ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്നതിനിടെയുണ്ടായ കനത്ത ഏറ്റുമുട്ടലും ഗൾഫിലേക്കുള്ള ആക്രമണവും ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കാൻ യുഎസിനെ പ്രേരിപ്പിച്ചതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ട്രംപിന്റെ നീക്കങ്ങളെ ഇറാൻ സംശയിക്കുകയാണ്. അടുത്തയാഴ്ച ചൈനയിലേക്ക് സന്ദർശനത്തിന് പോകാനിരിക്കെയാണ് ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കുന്നത്. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈനയോട് ട്രംപ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിലെ ഉപരോധം അവസാനിപ്പിക്കുന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഇറാന് സംശയങ്ങളുണ്ട്. ഇപ്പോഴും ഗൾഫ് മേഖലയിൽ യുദ്ധസന്നാഹം തുടരുകയാണ്. ട്രംപിന്റെ പിന്മാറ്റം എന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചോദ്യം. പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താതെ ട്രംപ് പിന്മാറുമോ എന്നതും സംശയമായി നിലനിൽക്കുന്നു. വരുന്നയാഴ്ച ട്രംപ് ചൈനയിലേക്ക് പോകും. അവിടെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയാണ്. ഇറാൻ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ യുദ്ധസമയത്തും എത്തിച്ചത് ചൈനയിലാണ്. ഇതിനു പുറമെ സഹകരണ കരാറുകളുടെ ഭാഗമായി ഇറാനെ ചൈന യുദ്ധത്തിലുടനീളം പിന്തുണച്ചു. റഷ്യയും ചൈനയും കൂടെ നിന്നത് യുഎസിന് യുദ്ധത്തിൽ തിരിച്ചടിയായിരുന്നു. ഭരണമാറ്റത്തിന് കഴിഞ്ഞില്ലെങ്കിലും യുറേനിയം ഇറാനിൽ നിന്നും പിടിച്ചെടുക്കാതെ മടങ്ങാൻ യുഎസിന് സാധിക്കില്ല. ഇതിനാൽ ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കുവാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ചൈനയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നതാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നതും. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധാവസാനത്തിന് വഴിയൊരുക്കാൻ ഒരുപക്ഷെ ചൈനയ്ക്ക് സാധിക്കും. ഇതാണ് യുഎസിന്റെ പ്രതീക്ഷ. ഇതിനു പകരമായി ചൈന എന്തു ചോദിക്കുമെന്നതും പ്രധാനമാണെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണങ്ങൾക്കിടെ യുഎസ് കപ്പലുകൾ ഹോർമൂസിൽ കടന്നെന്നാണ് സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. ഇതോടെ ഗൾഫിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം തുടങ്ങി. അപകടം മണത്താണ് യുഎസ് പിന്മാറ്റമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ കരുത്തോടെ അവശേഷിപ്പിക്കുന്നത് യുഎസിന് കനത്ത തിരിച്ചടിയാണ്. ഇതിനാൽ ഏതു സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ടെന്ന് ഇറാനിലെ മുതിർന്ന നേതാക്കൾ പ്രസ്താവനയിലൂടെ പറയുന്നു. ചൈനീസ് സന്ദർശനത്തിലും കാര്യമായ അത്ഭുതങ്ങളില്ലെങ്കിൽ ഇറാനിലെ യുഎസിന്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. ഇതിനിടെ സൗദി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.